ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ജാർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അതങ്ങനെ നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 2 ജാർ കഴുകി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഏകദേശം ഒരു 30-35 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. ഇത് നമുക്ക് 2 ലെയറാക്കി കട്ട് ചെയ്ത് ഇതിനകത്ത് കൊള്ളുന്ന രീതിയിൽ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിതിവിടെ കേക്ക് 2 ലെയറാക്കി കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഞാനിത് എൻ്റേതായ രീതിയിലുള്ള ഡെക്കറേഷനാണ് കാണിക്കുന്നത്. പലർക്കും പല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്കിതിൽ ഒരു പീസ് കേക്ക് എടുത്ത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് വേണം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യണം. ഷുഗർ സിറപ്പ് നന്നായി തന്നെ ഇതിലൊഴിച്ച് വെറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ആ കേക്ക് നല്ല രീതിയിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് കയ്യിലുള്ള ഏതെങ്കിലും ജെല്ല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂബെറി ജെല്ലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ ഏത് ജെല്ലാണോ ഉള്ളത് ആ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെയും തന്നെ ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഒരു സ്റ്റാർ നോസിലിട്ട് ഐസിങ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതും വെച്ച് ഇത് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് ജെല്ലൊഴിച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് ബാക്കി വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് നമുക്കിതിന് റിപ്പീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേളിൽ കൂടി നമുക്കിനി കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജെല്ല് കൂടി ഒഴിച്ച് കുറച്ച് ചോക്കോ ചിപ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ തികച്ചും അവരവരുടെ ഇഷ്ടമാണ്. അവരവരുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്തെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായി അടച്ചു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടും വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു കേക്കാണിത്. നമുക്കിതിന് ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു റിബണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. കഴിക്കാനും അതുപോലെ തന്നെ കാണുന്ന പോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദിഷ്ടമുള്ളൊരു കേക്കാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. പുതിയൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.